താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഭഗവാന് മുന്നിലേക്ക് വിളക്ക് വെക്കും മുന്നേ മോൾ ഉണർന്ന് ചിണുങ്ങി കരയാൻ തുടങ്ങി. സതി അവളെ കയ്യിലേക്ക് വാങ്ങി പുറത്ത് പതിയെ തട്ടിക്കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ശ്രീ കയ്യിലിരുന്ന വിളക്ക് മിത്തുവിനെ ഏൽപ്പിച്ചതും അവൾ അത് പീഠത്തിലേക്ക് വെച്ചു. പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കാനില്ലെങ്കിലും ഇന്ന് താൻ ദൈവത്തോടൊരു നന്ദി പറഞ്ഞേരടോ. വിളക്ക് വെച്ച് പിന്തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയവളോടായി ശ്രീ പറഞ്ഞു. എന്തെന്ന ചോദ്യം സ്പഷ്ടമായി നിഴലിച്ചതുകൊണ്ടാകാം ശ്രീ അവളെ നോക്കി പുഞ്ചിരിച്ചത്. സന്തോഷങ്ങൾ എഴുന്നേറ്റ് നടന്നില്ലേ? അപ്പോ അകത്തിരിക്കുന്നവരോടൊരു നന്ദിയൊക്കെ ആകാം. ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അവനെ കേട്ടവൾ തിരിഞ്ഞ് കത്തി നിൽക്കുന്ന വിളക്കിലും ചിരിയൂറി നിൽക്കുന്ന വിഗ്രഹങ്ങളിലൂടെയും കണ്ണു പായിച്ചു. പക്ഷെ കൈയെടുത്ത് തൊഴാൻ തോന്നിയില്ല. ദൈവങ്ങളോടുള്ള തന്റെ വാശി ഇതുവരെ തീർന്നില്ലേ മോളെ? വാശിയൊന്നുമില്ല സതിയമ്മേ, കുറച്ച് സങ്കടങ്ങൾ. അതെന്നേലും തീരുമോന്നും അറിയില്ല. കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞൊഴുകി. പോട്ടെ, ഇനിയിപ്പോ വീണ്ടും ഓരോന്ന് പറഞ്ഞ് കണ്ണു നിറയ്ക്കാൻ നിൽക്കണ്ട. അപ്പോഴേക്കും മുറിയിൽ നിന്നും കുഞ്ഞാറ്റയുടെ കരച്ചിൽ കേട്ടു. കുഞ്ഞ് ഉണർന്നെന്ന് തോന്നുന്നു മോളെ. പറഞ്ഞു തീരാൻ നിൽക്കാതെ സതി മുറിയിലേക്ക് പാഞ്ഞു. ദേവി, നല്ല തലവേദന, ചായ എടുക്കുമോടോ? പുറത്തുനിന്നും നെറ്റിയിൽ കൈവച്ച് നീലൻ അകത്തേക്ക് വന്ന് സെറ്റിയിലേക്ക് ചാഞ്ഞിരുന്നു. അമ്മ മോളുടെ അടുത്ത അച്ഛാ. അച്ഛനിരിക്കെ, ഞാൻ ചായ എടുക്കാം. അത് കുഴപ്പമില്ല മോളെ, അവള് വന്നിട്ടെടുത്തോളും. മോള് പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആയിക്കോ. രാവിലെ മുതല് മുഷിഞ്ഞതല്ലേ? കുഴപ്പമില്ല അച്ഛാ. അയാളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവള് സ്റ്റെപ്പിലേക്ക് പോകാതെ അടുക്കളയിലേക്ക് നടന്നു. അയാളും അതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നതെന്ന് തോന്നി. നീലൻ സെറ്റിയിലേക്ക് ചാരിയിരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വന്നത് ഇതുപോലൊരു വൈകുന്നേരമാണ്. അന്ന് മിലിറ്ററി ക്യാന്റീനിൽ നിന്നും തിരിച്ചു വരാൻ ഉച്ച കഴിഞ്ഞു. വെയിലും അവിടുത്തെ അലച്ചിലുമൊക്കെ കൂടിയായപ്പോൾ തല പൊട്ടിപ്പിളർക്കുന്ന പോലെ തോന്നി. വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ തന്നെ കടുപ്പത്തിൽ ഒരു ചായ കുടിക്കണമെന്ന് അവിടെ വെച്ച് നിയമിച്ചിരുന്നു. തിരിച്ചു വരും വഴി ഒന്ന് രണ്ട് ചായക്കട കണ്ടാലും ചവിട്ടാൻ തോന്നിയില്ല. അങ്ങനെ ആകെ ഇറിറ്റേറ്റഡായി വന്നു കയറിയപ്പോഴാണ് അറിയുന്നത് സതി ഓഫീസിൽ നിന്നും തിരിച്ചു വന്നിട്ടില്ലെന്ന്. ആകെ ദേഷ്യവും മുഷവുമായി അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് സ്നേഹ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടത്. താൻ അവിടെ ഇരിക്കുന്ന കണ്ടിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ നേരെ അടുക്കളയിലേക്ക് നടന്നു. കുറച്ചു ദിവസം കൊണ്ട് തന്നെ അവളുടെ രീതികൾ ശീലമായതുകൊണ്ട് പരാതിയൊന്നും തനിക്ക് തോന്നിയതുമില്ല. അയാളൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. സ്നേഹ, മോള് ചായ ഇടാൻ പോവുകയാണെങ്കിൽ അച്ഛനും കൂടി വേണം. തലവേദനയുടെ ആധിക്യം അയാളുടെ പ്രവൃത്തിയിലും വലുതായിരുന്നതുകൊണ്ട് തന്നെ അയാള് അങ്ങോട്ട് കയറി ആവശ്യപ്പെട്ടു പോയി. ഇത് കേട്ടുകൊണ്ടാണ് ശ്രീ അകത്തേക്ക് വന്നത്. സ്നേഹ നീലനെയും ശാന്തലിനെയും നോക്കിക്കൊണ്ട് അടുക്കളയ്ക്ക് പോയി. എന്തേ, വയ്യേ അച്ഛേ? തലവേദന. ഇന്നത്തെ വേല് മുഴുവനും കൊണ്ടു, അതാകും. ചായ കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആകും. അയാൾ ഒന്നും കൂടി മൂളി പിന്നെയും നെറ്റി ഞെക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. അത് കണ്ടതും സോഫയുടെ പിന്നിലായി പോയി നിന്ന് ശ്രീ അയാളുടെ നെറ്റിയിൽ പതിയെ ഒഴിഞ്ഞു കൊടുത്തു. താങ്ക്സ് മോനെ. നീലൻ കുറച്ചുകൂടി പിന്നിലേക്ക് ചാഞ്ഞു നിന്നു കൊടുത്തു. ഇതിനിടയിൽ സ്നേഹ ഒരു കപ്പുമായി മുകളിലേക്ക് നടക്കുന്ന കണ്ടു. സ്നേഹ, യെസ്. നീ ചായയുമായി എവിടേക്കാ? അമ്മയുണ്ടോ മോളിൽ? സോറി. അവൻ പറഞ്ഞത് മനസ്സിലാവാത്ത പോലെ സ്നേഹ അവനെ ഒന്ന് നോക്കി. അല്ല, നീ ഈ ചായ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണോ കൊണ്ടുപോകുന്നത്? എന്നാൽ അത് പിന്നെ കൊടുക്കാം. ആദ്യം കയ്യിലിരിക്കുന്ന ചായ ഇവിടത്താ. അച്ഛന് നല്ല തലവേദന എന്ന് പറഞ്ഞത് കേട്ടില്ലേ നീ? ശ്രീ അവൾക്കരികിലേക്ക് ചെന്ന് ചായ വാങ്ങാൻ തുടങ്ങിയതും അത് അവൾ അല്പം നീക്കി പിടിച്ചു. ലുക്ക് ശാന്തനു, ഫസ്റ്റ് തിങ്, ഇത് എനിക്കുള്ള ചായയാണ്, അല്ലാതെ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഉള്ളതല്ല. ഞാൻ എനിക്ക് വേണ്ടി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതെന്താ? അച്ഛൻ പറഞ്ഞതല്ലേ അച്ഛനും കൂടി വേണമെന്ന്? അവന്റെ സ്വരത്തിൽ അരിശം കലർന്നു. അതുകൊണ്ട് അതുകൊണ്ടെന്താ? അവര് പറയുമ്പോഴൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാണോ ഞാൻ? സോറി ശാന്തനു, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അവരുടെ സെർവന്റ് ഒന്നുമല്ല പറയുന്നതൊക്കെ അപ്പപ്പ ചെയ്തു കൊടുക്കാൻ. സ്നേഹ, അവന്റെ സ്വരം ഉച്ചത്തിൽ ഉയർന്നു കേട്ടു. ഡോണ്ട് ഷൗട്ട് അറ്റ് മീ ശാന്തനു. ഐ ആം യുവർ വൈഫ്, നോട്ട് സ്ലീവ്. മൈൻഡ് ഇറ്റ്. എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നി ഉണ്ടാക്കി കുടിച്ചു. അതുപോലെ വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ അവർ തനിയെ ചെയ്തണം. അല്ലാതെ സെറ്റിയിലിരുന്ന് ഓർഡർ കൊടുക്കുകയല്ല വേണ്ടേ. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുരുങ്ങി. സ്നേഹ ശാന്തനുവിനെ നീലിനെ നോക്കി ഷൗട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയി. പിന്നാലെ ശ്രീയും. അതുവരെ മറ്റുള്ളവരെ പേടിച്ച് ആ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന പിണക്കങ്ങൾ അന്നത്തോടെ തുറന്ന യുദ്ധത്തിന് തുടക്കമായി. ഹേതോ താനും. അന്ന് സ്നേഹയുടെ വാക്കുകളിൽ താൻ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ഒപ്പം അവര് തമ്മിൽ വഴക്കുണ്ടാക്കാൻ താനൊരു കാരണമായി തീർന്നല്ലോ എന്നുള്ള ചിന്ത അയാളെ മാനസികമായി തളർത്തിയും കളഞ്ഞു. അതിനുശേഷം ഇന്ന് വരെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സതിയോട് പറയുമെന്നല്ലാതെ സ്വന്തം മക്കളുടെ അടുത്ത് പോലും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് മോള് ചായ ഇട്ടു തരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറയാൻ എന്തോ തോന്നിയില്ല. അയാളൊക്കെയും ആലോചിച്ച് സെറ്റിയിലേക്ക് ചാരിക്കിടന്നു. അച്ഛാ, ചായ.
മിത്തുവിന്റെ വിളിയിൽ അയാൾ ഓർമ്മകളിൽ നിന്നും തിരിച്ചെത്തി. താങ്ക്സ് മോളെ. ഏലക്കയുടെ മണം ഉള്ളിലെ നറുമണം നിറച്ചു. മോൾ ഇനിയിപ്പോ ഇതൊക്കെ മാറ്റി കുറച്ചുനേരം റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഉം അച്ഛൻ, ഞാനിത് അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാം. നിവിയേട്ടൻ വന്നാൽ ചായ ഫ്ലാസ്കിലുണ്ടെന്ന് പറയണേ. ബാക്കിയുള്ളവർക്കൊക്കെ വരുമ്പോ ഇടാം, പോരെ? അയാൾ ചായ കുടിച്ചുകൊണ്ട് തന്നെ തലയാട്ടി. മിത്തു ചായ നൽകാനായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ മോൾക്കൊപ്പം വന്ന അമ്മ അതേ സാരിയിൽ കിടക്കുകയായിരുന്നു. അമ്മേ, ചായ. സതി അവളെ കണ്ട് എഴുന്നേറ്റു. മോള് വന്നപ്പോ തന്നെ അടുക്കളയിൽ കയറിയോ? അച്ഛൻ ചായ ചോദിച്ചാണ് വന്നേ അമ്മേ. അമ്മ ഇല്ലായിരുന്നോണ്ട് ഞാൻ ചായ ഇട്ടു. മോള് മുകളിലേക്ക് വെക്കോ. ഡ്രസ്സൊക്കെ അവിടെയുണ്ട്. ഞാൻ. മിത്തു അവരെ നോക്കി അറച്ചു നിന്നു. അമ്മ വരണോ കൂടെ? സതി കയ്യിലിരുന്ന ചായ സൈഡിലേക്ക് വെച്ച് അവൾക്കരികിലേക്ക് നടന്നു. അവൾ ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി നിന്നു. അമ്മയുടെ മോള് സ്ട്രോങ് ആണ് അല്ലേ? എവിടെയെങ്കിലും തളർന്നാൽ താങ്ങാനിപ്പോ ആരും വേണ്ട. എന്താ, അങ്ങനെയല്ലേ? അവള് തലയാട്ടി. പുതിയ ജീവിതമാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ സമയമെടുക്കും, അമ്മയ്ക്കറിയാം. പക്ഷേ ലൈഫ് അതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമാകരുത്. മുന്നിലേക്ക് വരുന്ന നല്ലതിനെയും ചീത്തയും ഒക്കെ തുറന്ന മനസ്സോടെ അക്സെപ്റ്റ് ചെയ്യുമോളെ. നന്മ നിനക്ക് സന്തോഷം തരുമെങ്കിൽ തിന്മ തരുന്നത് ജീവിതത്തിലെ ഏറ്റവും മികച്ച പാഠങ്ങളാവും. അതുകൊണ്ടാണ് പറയുന്നത് എക്സ്പീരിയൻസ് ഈസ് ദ ഗുഡ് ടീച്ചർ എന്ന്. സോ ഒന്നിനെയും ഭയപ്പാടോടെ നോക്കാതെ കുഞ്ഞെ. അവളുടെ കവിളിലൊന്ന് തട്ടിയവർ പറഞ്ഞു. അതിനും അവളൊന്ന് മൂളി. അവര് പറഞ്ഞതൊക്കെ മനസ്സാലെ സ്വീകരിച്ചവൾ നേരെ ശ്രീയുടെ മുറിയിലേക്ക് നടന്നു. മിത്തു. ആ അമ്മേ. സതി അവൾക്കരികിലേക്ക് ചെന്ന് കൈക്കുമ്പിളിൽ മുഖമെടുത്ത് നെറുകിയിലൊന്ന് മുത്തി. സ്നേഹചുംബനം. ഇനി പൊക്കോ. മുകളിലെത്തി വാതിൽ ചെന്നതും അവളിലേക്കൊരു വെപ്രാളം വന്നു മൂടി. കുറച്ചുനേരം അങ്ങനെ നിന്നിട്ടും അകത്തേക്ക് കയറാനുള്ള ധൈര്യം ഇല്ലാത്ത പോലെ. ഇതിനിടയിലാണ് പാതി ചാരിയിട്ടിരുന്ന വാതിൽ അവൾക്ക് മുന്നിൽ പെട്ടെന്ന് തുറന്നത്. നോക്കുമ്പോൾ ശ്രീ. ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തു താൻ സ്വന്തമായി അകത്തേക്ക് കയറാൻ വേണ്ടി. പക്ഷെ അതിപ്പോഴൊന്നും നടക്കില്ലെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ സ്വീകരിക്കാൻ വന്നത്. അല്പം കുസൃതിയോടെ ശ്രീ ചിരിച്ചതും അതിലെ കളിയാക്കൽ മനസ്സിലായ പോലെ അവളുടെ ചുണ്ടുകൾ കൂർത്തു. താൻ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല ദേവാ. എത്ര നേരമായി താൻ അവിടെ വന്ന് നിൽക്കുന്നതോ? കേറി വന്നൂടെ? അതിന് മറുപടിയൊന്നും നൽകാതെ അവനെ ഒഴിഞ്ഞു മാറിയവൾ മുറിയിലേക്ക് കയറി. താൻ വന്നത് എങ്ങനെ അറിഞ്ഞെന്നുള്ള സംശയം അധികരിക്കും മുന്നേ കണ്ണുകൾ മുന്നിലെ കണ്ണാടിയിലൂടെ വാതിലിൽ നിൽക്കുന്ന സ്ത്രീയെ കണ്ടു. ഓ, ഇങ്ങനെയാവും തന്നെയും കണ്ടത്. അവളുടെ കണ്ണാടിയിലുള്ള നോട്ടവും പിറുപിറുപ്പും കൃത്യമായി അവളെന്താകും ചിന്തിക്കുമെന്നുള്ള ഏകദേശ രൂപം ശ്രീക്ക് മനസ്സിലാക്കി കൊടുത്തു. ദേവാ, താൻ ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ? അല്ല, എനിക്കൊന്ന് കുളിക്കണം സർ. അലമാരിയിൽ ഡ്രസ്സുണ്ട്. ശ്രീ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതും മിത്തു കുളിക്കാനായി കയറി. ബാത്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾ കാണുന്നത് മുന്നിലിരിക്കുന്ന ബാഗിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്കുന്ന ശ്രീയാണ്. സംശയത്തോടെ അവൻ അരികിലേക്ക് അവൾ ചെന്നു. ദേവാ, ഈ ബാഗിൽ മോളുടെ കുറച്ച് ഡ്രസ്സുകളാണ്. ഇതിൽ എന്റെയും. മുന്നിലിരിക്കുന്ന 2 ബാഗിൽ ചൂണ്ടിക്കാട്ടിയവൻ പറഞ്ഞു. നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണോ സർ? യാത്രയല്ല, വീട് ഷിഫ്റ്റിങ്. ഷിഫ്റ്റിങ്ങോ? മിത്തുവിന്റെ ഉള്ള നാളി. അച്ഛൻ, ദേവുട്ടൻ, സതിയമ്മ ഇവരെയൊക്കെ വിട്ടിട്ട്? അവളുടെ കണ്ണു നിറഞ്ഞു. സർ. എന്താടോ, എന്തിനാ താൻ കരയുന്നത്? ശ്രീ അവളുടെ അടുക്കിലേക്ക് ചെന്നു. സർ, ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോ ഞാനില്ലാതെ അച്ഛൻ, ദേവുട്ടൻ കുഞ്ഞല്ലേ, അവനെങ്ങനെ? ഓ, അതാണോ? താൻ നിന്ന നിൽപ്പിൽ ആളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ കൊച്ചേ. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് കട്ടിലേക്കിരുന്നു. താനും ഇരിക്കടോ. ഇരിക്കു ദേവാ. പറഞ്ഞിട്ടും കേൾക്കാതെ നിന്നവളെ അവൻ കയ്യിൽ പിടിച്ച് കട്ടിലേക്കിരുത്തി. അങ്ങനെയൊരവസ്ഥയിൽ ഞാൻ അവരുടെ അടുത്തുനിന്ന് തന്നെ പിരിക്കുമെന്ന് തനിക്ക് എങ്ങനെയാടോ എന്നെപ്പറ്റി തോന്നിയത്? സർ, അത് ഇനി കൂടുതൽ വിശദീകരിച്ച് കാര്യങ്ങൾ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റ് ആക്കണ്ട. ദേവാ, നമ്മളുടെ ഈ വിവാഹം പോലും നമ്മളെക്കാൾ ഉപരി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളെടുത്ത തീരുമാനമാണ്. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം, അല്ലേ? അവള് തലയാട്ടി. പഴയ ബന്ധത്തിന്റെ വീഴ്ചഭാണ്ഡങ്ങൾ ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് വരാൻ തനിക്കും എനിക്കും സമയം ആവശ്യമാണ്. ഒരുപക്ഷെ എന്നിലും അധികം നിനക്ക്. ആൻഡ് ഐ കംപ്ലീറ്റ്ലി റെസ്പെക്ട് ദാറ്റ്. അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം മിന്നിമാഞ്ഞു. അതുകൊണ്ട് എന്ന് നീ ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നു അന്നേ ഞാൻ നിനക്ക് ഹസ്ബൻഡ് ആകൂ ദേവ. അതുവരെ ഞാൻ നിനക്ക് സാറും നീ എന്റെ സ്റ്റുഡന്റും മാത്രമായിരിക്കും. ഓക്കെ? സോ താനിപ്പോ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. അവൾ വിടർന്ന കണ്ണുകളോടെ അതിന് സമ്മതം അറിയിച്ചു. അപ്പൊ ഈ ബാഗ്? അവൾ മുന്നിലെ ബാഗിലേക്ക് വിരൽ ചൂണ്ടി. തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി? എന്റെയോ? അവൾ കണ്ണുമിഴിച്ചു. സതീഷങ്കൾ മിക്കവാറും ഈ ആഴ്ച തന്നെ തിരിച്ചു പോകും. നിർമ്മലാന്റിയുടെ അവസ്ഥ വല്ലാതെ മോശമല്ലേ? പിന്നെ ദേവുട്ടൻ, അവനല്ലേ അവിടെ കാണൂ. അവനെക്കൊണ്ട് എല്ലാം കൂടി പറ്റില്ല ദേവ. അതിന് ഞാനുണ്ടല്ലോ. ഉണ്ട്. എന്നാലും ഇവിടെ നിന്ന് ഓടിപ്പോയി അവിടെ എന്തെങ്കിലും ചെയ്യുന്നതും
ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതും രണ്ടും രണ്ടല്ലേ ദേവ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സാർ, അത് ഇവിടെ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഞാൻ കാര്യങ്ങളൊക്കെ അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നിവിയും ശ്രീകുട്ടിയും കുഞ്ഞും ഒക്കെ ഉണ്ടല്ലോ. ദേവുടിന് 10th ഫൈനൽ എക്സാമിന് സമയമായി ദേവ. അവനെ ഇനിയും അങ്കിളിന്റെ പിറകെ വിട്ടാൽ എക്സാം ഉഴപ്പും. ഇപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മളില്ലേ അങ്കിളിനെ നോക്കാൻ. നമ്മളില്ലേ അങ്കിളിനെ നോക്കാൻ. ശ്രീയുടെ ആ ഒരു വാക്ക് കാലങ്ങൾക്ക് മുന്നേ കേട്ട പൊള്ളിക്കുന്ന മറ്റൊരു ഓർമ്മയിലേക്കാണ് മിത്തുവിനെ തള്ളിവിട്ടത്. അമ്മു, നീ എന്റെ ഭാര്യയാണ്. നിനക്കിപ്പോ നിന്റെ അച്ഛനെ പോലെ തന്നെ എന്റെ പുറത്തും ഉത്തരവാദിത്തമുണ്ട്. അതെന്താ നീ മറക്കുന്നേ? നിന്റെ അച്ഛനെ നോക്കാൻ വല്ല മെയിൽ നേഴ്സിനെയും വെക്കാം. ഇതിന്റെ പേരിൽ ഇനി ഒരു തർക്കം വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി നീ പറയുന്നൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യവുമില്ല. ഇന്ന് നീ എന്റെ കൂടെ വന്നേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി എനിക്ക് ഒന്നുകൂടിയൊക്കെ ഒന്ന് ആലോചിക്കേണ്ടി വരും. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുന്നോട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പം എല്ലാവരും ഒപ്പം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തോടെ നന്ദി.